ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മക്കൾക്ക് ഞാൻ കൊടുത്തുവിട്ട ലഞ്ചിൻ്റെ വീഡിയോ ആണ്. നമുക്ക് കൊടുത്തുവിട്ടത് ഫ്രൈഡ് റൈസും സലാഡുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒരു 2-3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ചിക്കി എടുക്കുക. നന്നായിട്ട് ചിക്കിയതിന് ശേഷം കോരി മാറ്റുക. എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 സവാള ഒന്ന് തട്ടി കൊടുക്കാം. അതും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് കളർ മാറി വഴന്ന് വരുന്ന സമയത്ത് ഞാൻ ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ് എല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കും, ചോപ്പറിലിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും തട്ടി കൊടുത്ത് ഒന്ന് കിണ്ടിയെടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും തക്കാളിയും കൂടെ തട്ടി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചിക്കി വെച്ചിരിക്കുന്ന മുട്ട തട്ടി കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഐറ്റം ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാനുള്ളത്. പക്ഷേ എൻ്റെ ബസ്മതി റൈസ് ആകെ വെന്ത് കുഴഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു. കാരണം ഞാനതിൽ വെള്ളം വെച്ചത് കൂടിപ്പോയായിരുന്നു. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ടേസ്റ്റിനൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾ കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടെ തൂവി കൊടുത്ത് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 കത്തിരിക്ക വീട്ടിലുണ്ടായി, അതുണ്ടായിരുന്നു. അതിനെ എടുത്ത് ഒന്ന് മസാല തിരുമ്മി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മക്കൾക്ക് കൊടുത്തു വിട്ടില്ല. അവരിവിടെ വെച്ച് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അതുകൊണ്ട് കൊടുത്തു വിടാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ കൂടെ സലാഡ് ഉണ്ടായിരുന്നു. സലാഡ് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് അതിന് ഫ്രൈഡ് റൈസിന് കൂട്ടായിട്ട് കൊടുത്തായിരുന്നു. കുറച്ച് അച്ചാറും കൂടെ വെച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്ന് ലഞ്ചിന് കൊടുത്തു വിട്ടത്. ഇതാണ് റെസിപ്പി. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.